ഹലോ, നയന ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പട്ടുപാവാടയുടെ തുണി കൊണ്ട് ഒരു പാൻറ്റ് തയ്ക്കുന്ന വീഡിയോ ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ടുണ്ട്. ഇത് ബ്രോക്കേഡ് ആയതുകൊണ്ട് കുത്താനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടി 2 വയസ്സായ മോൾക്ക് വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ തുണിയിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി ഇതേപോലെ നന്നായിട്ട് 2ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ ഭാഗം ലെവൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ തുണി എടുക്കുന്ന സമയത്ത് അത് കയറി ഇറങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതേപോലെ ആദ്യം തന്നെ ഒരു ലൈൻ വരച്ചിട്ട് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പിന്നീട് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം പാൻറ്റിൻ്റെ അടിഭാഗം മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതേപോലെ ലൈൻ വരച്ച് കൊടുക്കാം. അതിന് ശേഷം ഈ ഭാഗത്തുനിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് നീളത്തിൻ്റെ എത്രയാണോ അത് ലൈൻ വരച്ചു കൊടുക്കാം. 1/2 ഇഞ്ച് മുകളിൽ ബെൽറ്റ് വയ്ക്കാനുള്ള തയ്യൽ തുമ്പും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 19 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ച് മൈനസ് ചെയ്തു. ബെൽറ്റ് വരും. 1 ഇഞ്ച് വീതിയിലാണ് ഞാൻ ബെൽറ്റ് വയ്ക്കാൻ പോകുന്നത്. 1/2 ഇഞ്ച് ബെൽറ്റ് തയ്യൽ തുമ്പ്. അപ്പോൾ 19 1 ഇഞ്ച് മൈനസ് ചെയ്തപ്പോൾ 18 ഇഞ്ച്. അതിൽ നിന്ന് അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ വയ്ക്കുമ്പോൾ 18.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അളവാണ് എഴുതുന്നത്. 22 ഇഞ്ചാണ് ഹിപ്പിൻ്റെ അളവ്. 22നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 5.5 ഇഞ്ചാണ് കിട്ടുന്നത്. പ്ലസ് 1 ഇഞ്ച്, അങ്ങനെ 6.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ പോയിൻ്റിൽ നിന്ന് താഴെ ഭാഗത്തേക്ക് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പ് പോകുമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇനി ഒരു ബെൽറ്റ് 1 ഇഞ്ചും കൂടെ വരുമല്ലോ, അപ്പോൾ അത്രയും മതിയാവും. പിന്നെ ഈ ഭാഗത്ത് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ കുട്ടിയായതുകൊണ്ട് 1.5 ഇഞ്ച് മതിയാവും. അതിന് ശേഷം ഇതേപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കാം. അധികം കുഴിയായിട്ട് വരയ്ക്കരുത്. ഇതേപോലെ നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ ഭാഗത്ത് ഈ അളവ് എത്രയാണോ അത്രയും താഴെ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പാൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാനുള്ളതാണ്. ഇനി മുട്ടിൻ്റെ നീളമാണ്. ഈ ഫുൾ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ പകുതി ഇവിടെ മാർക്ക് ചെയ്യുക. ഈ ഭാഗത്താണ് മുട്ടിൻ്റെ ഭാഗത്തെ വണ്ണം എത്രയാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ക്രോച്ചേരിയ ഭാഗത്തിൻ്റെ വീതി എത്രയാണോ അത്ര തന്നെ താഴേക്ക് എടുത്തിട്ട് ഇതേപോലെ ലൈൻ വരച്ചു കൊടുക്കാം. അതിന് ശേഷം ഈ ഭാഗത്തിൻ്റെ പകുതി സെൻറ്റർ മാർക്ക് ചെയ്യാം. ഇതേപോലെ മടക്കിയിട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ താഴെ ഭാഗത്തും സെയിം അളവിൽ മാർക്ക് ചെയ്യാം. അതിന് ശേഷം മോൾ ഭാഗത്തും ഈ ഭാഗത്ത് എത്രയാണോ ഹാഫ് മാർക്ക് ചെയ്തത് അത്രയും ഭാഗം മുകളിൽ മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സെൻറ്റർ ലൈൻ കിട്ടി. ഇനി ഈ ലൈനിൻ്റെ 2 ഭാഗത്തുമായിട്ടാണ് മുട്ടിൻ്റെ വണ്ണത്തിൻ്റെ പകുതി മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബോട്ടം ഭാഗത്ത് വണ്ണത്തിൻ്റെ പകുതി 2 സൈഡിലായിട്ട് ഹാഫിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 10 ഇഞ്ചാണ് വെക്കുന്നത് താഴെ ഭാഗത്തെ വണ്ണം. അതിൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 5 ഇഞ്ച്. ഈ 5 ഇഞ്ചിൻ്റെ പകുതി ഈ ലൈനിൻ്റെ ഒരു ഭാഗത്തേക്ക് 2.5 ഇഞ്ചും അപ്പുറത്തെ സൈഡിലേക്കും 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ 5 ഇഞ്ച് കിട്ടും. താഴെ ഭാഗത്തെ വണ്ണത്തിൻ്റെ പകുതിയാണ് ഈ 5 ഇഞ്ച്. ഇനി ഈ ഭാഗത്ത് ഈ ലൈനൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ലൈനിൻ്റെ അവിടുന്ന് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉൾഭാഗത്തും ഇതേപോലെ ഇവിടെ എത്തുമ്പോൾ ഒന്നിങ്ങനെ കർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ അരഭാഗത്തിൻ്റെ വണ്ണം 18 ഇഞ്ചാണ്. ഈ 18 ഇഞ്ചിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.5 ഇഞ്ചാണ് കിട്ടുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസ്, അങ്ങനെ 5.5 ഇഞ്ചാണ് നമുക്ക് ഇവിടെ വേണ്ടത്.
അതിന് നമ്മൾ 6 ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സെൻറ്റർ ലൈൻ വരച്ച ഭാഗത്ത് 2 സൈഡിലുമായിട്ട് അര ഇഞ്ച് വീതം മാർക്ക് ചെയ്തിട്ട് 3.5 ഇഞ്ച് നീളത്തിൽ ഇവിടെ ഒരു ടക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 ഇഞ്ച് മൈനസ് ആവും. ഇനി 1 ഇഞ്ച് 6.5 ഇഞ്ചാണ് ഉള്ളത്. 5.5 ഇഞ്ച് 1 ഇഞ്ച് ഉള്ളത് ആ 2 ഭാഗത്തും തയ്യൽ തുമ്പായിട്ട് മൈനസ് ആവും. അതാണ് ഈ അരഭാഗത്തിൻ്റെ അളവ്. ഇനി ഈ ഭാഗത്ത് പോയിൻ്റ് ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം. വേസ്റ്റിൻ്റെ ഭാഗത്ത് ഈ സെൻറ്റർ ലൈൻ വരച്ച ഭാഗത്തുനിന്ന് ഈ സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ചിനേക്കാളും ഒരു പോയിൻ്റ് കുറവായിട്ട് ഒരു മാർക്ക് ചെയ്യുക. ഈ സെൻറ്റർ പോയിൻ്റ് ലൈനിൻ്റെ അവിടുന്ന് ഇതേപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വളച്ച് വരച്ചു കൊടുക്കുക. അതിപ്പോൾ കട്ട് ചെയ്യണില്ല, ബാക്ക് സൈഡ് കട്ട് ചെയ്തതിന് ശേഷമേ കട്ട് ചെയ്യുള്ളൂ കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാവും. ഇനി താഴെ ഭാഗത്തേക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം, ലൈൻ വരച്ചു കൊടുക്കാം. താഴെ ഭാഗം ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വരയ്ക്കണം. ഇതേപോലെ വരച്ചു കൊടുക്കാം. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഈ ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്താൽ മതിയാവും. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ കറക്റ്റ് വണ്ണാണ് ഇപ്പോൾ കട്ട് ചെയ്തിട്ടുള്ളത്. വണ്ണത്തിൻ്റെ കാലിൻ്റെ വണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് കട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കട്ട് ചെയ്യും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ആയിക്കോളും. ഇതിപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ അരഭാഗത്ത് വളച്ച് വരച്ചത് പിന്നീട് കട്ട് ചെയ്യാം. ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. തുണി ഇതേപോലെ 2ആക്കി മടക്കി വെച്ചിട്ട് ഫ്രണ്ട് പീസ് ഇതേപോലെ നന്നായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമ്മൾ 1.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അത് 1.5 ഇഞ്ച് വീണ്ടും മാർക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ 1.5 ഇഞ്ച് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുള്ള അത് വെച്ചിട്ടുണ്ടല്ലോ, അവിടുന്ന് 1.5 ഇഞ്ച് വീതം മാർക്ക് ചെയ്ത് കൊടുക്കാം. നീളത്തിൻ്റെ ഭാഗം സെയിമാണ്. ഇതേപോലെ തന്നെ മോൾ ഭാഗത്തും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. വണ്ണത്തിൻ്റെ ഭാഗത്തേക്ക് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. കാരണം ബാക്ക് സൈഡ് 1.5 ഇഞ്ച് നമ്മൾ കൂടുതൽ കട്ട് ചെയ്യണം. അപ്പോൾ കുട്ടിക്കായതുകൊണ്ടാണ് കേട്ടോ 1.5 ഇഞ്ച് കട്ട് ചെയ്യണത്. വലിയൊരു കാണുന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് 2.5 ഇഞ്ച് 3 ഇഞ്ച് വരെയൊക്കെ കട്ട് ചെയ്യാം. അത് വണ്ണത്തിനനുസരിച്ചിരിക്കും, ഹിപ്പിൻ്റെ അളവ് അനുസരിച്ചിരിക്കും. ഹെവി സൈസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് വരെ കട്ട് ചെയ്യാം, 3 3.5 അതൊക്കെ അളവിനനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഇവിടെ ഇപ്പോൾ 2 വയസ്സായ കുട്ടിക്കാണ്, അതുകൊണ്ടാണ് 1.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഈ 2 പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ലൈൻ ഇങ്ങോട്ട് നീട്ടി അതിന് ശേഷം ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി താഴോട്ട് വരച്ചു കൊടുക്കാം. ഈ സൈഡിൽ നമുക്ക് വ്യത്യാസങ്ങളൊന്നും വരുത്താനില്ല, സെയിം ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടും ബാക്കും സെയിമാണ്, ഒരു വ്യത്യാസം വരുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ലൈൻ വരയ്ക്കണം എന്നൊന്നുമില്ല, അതേപോലെ തന്നെ അങ്ങനെ വെച്ച് കട്ട് ചെയ്താലും മതി. ഫ്രണ്ട്, ഇത് ബാക്ക്. ഇതാ കട്ട് ചെയ്ത് മാറ്റാം. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ ഈ സ്ട്രെയിറ്റ് കട്ട് പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിരിക്കും.
ഇപ്പോൾ ലൈനിങ് വെച്ച് തയ്ക്കണത് ബ്രോക്കേഡ് തുണി ആയതുകൊണ്ട് ചെറിയ കുട്ടിയല്ലേ, അതിന് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ലൈനിങ് വെച്ച് തയ്ക്കണത്. കട്ട് ചെയ്യണ ഭാഗത്തൊക്കെ ഈ ബ്രോക്കേഡിൻ്റെ നൂലിങ്ങനെ നിൽക്കുമ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ചെറുതായിട്ടിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും നമ്മൾ ഡ്രസ്സ് ഇടുന്ന സമയത്ത്. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലൈനിങ് വെച്ച് കട്ട് ചെയ്യണത്. ഇത് ബാക്ക് പീസ് കട്ട് ചെയ്ത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫ്രണ്ട് പീസിൻ്റെ ഒരു കർവ് ചെയ്ത് വരച്ചിട്ടില്ലേ അരഭാഗം, പട്ട പിടിപ്പിക്കേണ്ട ഭാഗമാണത്. അവിടെ ഒന്ന് ആ കർവ് ചെയ്ത് വരച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ചോളം കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ 1 പോയിൻറ്റ് കുറവാണ് കട്ട് ചെയ്യണത്. ഫ്രണ്ട് ബാക്ക് ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി മെയിൻ തുണിയിലേക്ക് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ബ്രൊക്കേഡിൻ്റെ തുണി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ മുകളിലേക്കാണ് പോണത്, അതുകൊണ്ട് തന്നെ ഇത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യുന്ന സമയത്ത് ഡിസൈൻ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇപ്പോൾ ഈ സൈഡ് ഉണ്ടല്ലോ, തേരുവശം, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ലൈനിങ്ങിൻ്റെ തുണി മീതെ വെച്ചിട്ടാണ് വേഗം തന്നെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കട്ട് ചെയ്യാൻ. ഇതേപോലെ മടക്കി വയ്ക്കുക. ഇപ്പോൾ 2ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ തുണി നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇസ്തിരി വെച്ചിട്ട് ഇസ്തിരി ചെയ്തെടുത്താലും മതി. ബാക്കും ഫ്രണ്ടും ഇതേപോലെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലൈനിങ് വെച്ച് തയ്ക്കണ കാരണമാണ് കേട്ടോ. ലൈനിങ് തയ്ച്ച് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് നല്ല തുണി കട്ട് ചെയ്തെടുക്കല്ലേ വേണ്ടോ. വളരെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഡിസൈൻ രണ്ടും ഒരേപോലെ വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് രണ്ടും ഒരേപോലെ വരുന്ന രീതിയിൽ ഡിസൈനുള്ള തുണിയാകുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് അടുത്ത വീഡിയോ ഇത് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ഈ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. ഇതിപ്പോൾ 2 വയസ്സായ കുട്ടിക്കെന്ന് പറഞ്ഞാൽ എല്ലാ 2 വയസ്സായ കുട്ടികൾക്കും ഈ അളവായിരിക്കണം എന്നില്ല കേട്ടോ. അതൊക്കെ കുട്ടികളുടെ അളവെടുത്തിട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത്. വീണ്ടും നന്ദി, നമസ്കാരം.